ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ഫാക്സ് ഇൻ OET. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ റോൾ പ്ലേയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന ഒരു ഫ്രേസ് അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതിന് പകരം വെറൈറ്റീസ് ഓഫ് ഫ്രേസസ് നമുക്ക് സ്പീക്കിങ്ങിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്നതാണ് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രേസസിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗം കാരണം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിന് റോൾ പ്ലേയിൽ ഒരു പ്രസക്തിയും ഇല്ലാതായി. എക്സാമിനേഴ്സ് റിപ്പീറ്റഡായിട്ട് കേട്ട് ബോറിംഗ് ആയിരിക്കുകയാണ്. അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യുകയാണ്, ട്രൈ ടു യൂസ് ഡിഫറെൻറ്റ് ഫ്രേസസ് റിലേറ്റ് ടു യുവർ സിറ്റുവേഷൻസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റാണല്ലോ, എന്താ യൂസ് ചെയ്താലെന്ന്. ഇത് ഗ്രാമാറ്റിക്കലി 100% കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രേസ് കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും കാൻഡിഡേറ്റ്സ് ഉപയോഗിക്കുന്നതായിട്ടാണ് എക്സാമിനേഴ്സ് നോട്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടണ്ട, നമ്മുടെ ഒരു സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫ്രേസ് പേഷ്യൻ്റ് നമ്മളോട് എന്തെങ്കിലും വറീസ് പറയുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ റിപ്ലൈ എന്നാണ് നമ്മുടെ എക്സാമിനേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ന്യൂ മെഡിക്കേഷൻ, ഇറ്റ് മേക്സ് മീ ഫീൽ ഡിസി എന്നൊരു പേഷ്യൻ്റ് പറയുമ്പോൾ നമ്മുടെ റിപ്ലൈ എന്തായിരിക്കണം? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്നല്ല ഇവിടെ പറയുന്നത്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് സം സൈഡ് എഫക്റ്റ്. ഇതാണ് കറക്റ്റ് ഒരു റിപ്ലൈ, അതായത് സിറ്റുവേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റിപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐ എം വറീഡ് ദാറ്റ് ഐ വോണ്ട് ബി ഏബിൾ ടു മാനേജ് മൈ സെൽഫ് വെൻ ഐ എം ഡിസ്ചാർജ്. അപ്പോൾ നേഴ്സിൻ്റെ റിപ്ലൈ എന്താ? ഇറ്റ്സ് വെരി നാച്ചുറൽ ദാറ്റ് യു വുഡ് ബി വറീഡ് അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐ നോ യു ഡോണ്ട് വാണ്ട് ടു ബി ഹിയർ ബട്ട് പേഷ്യൻറ്റിന് ഹോസ്പിറ്റലൈസേഷൻ ഇഷ്ടമല്ല എന്ന് നമ്മളോട് വിഷമം പറയുകയാണ്. അപ്പം നമ്മുടെ റിപ്ലൈ എന്താ? ഐ നോ, എനിക്കറിയാം നിനക്കിത് ഇവിടെ ആയിരിക്കുന്നത് ഇഷ്ടമല്ല എന്ന്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ, ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഹാർഡ് ഫോർ യു ടു ഹാവ് ടു സ്റ്റേ ഹിയർ. ഇതുകൊണ്ട് ഇതൊക്കെ ഒരു സിറ്റുവേഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ റിപ്ലൈ ഒക്കെ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വേറൊരു എക്സാമ്പിൾ നോക്കാം. I feel worried. I have got a urinary tract infection and now I begin to take antibiotics. I wonder how long I need to take them and how long I will need to stay in hospital and whether chemotherapy will be dangerous at my age. You know, I am 72-year-old. ഒരു കീമോ കഴിഞ്ഞൊരു പേഷ്യൻ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ പേഷ്യൻറ്റിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരി ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്, കൂടാതെ തന്നെ കീമോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വിഷമം നമ്മളോട് പറയണം, ഇതെനിക്ക് ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ ഒരു ഐഡിയൽ റിപ്ലൈ എന്താണെന്ന് നോക്കിക്കേ. നോ വറീസ്, urinary tract infection is a common complication after a surgery and your situation is not serious. You begin to take antibiotics and they will control the infection well. ഇങ്ങനെ ആയിരിക്കണം ഒരു ഐഡിയൽ ആയിട്ടുള്ള റിപ്ലൈ. ഫ്യൂ മോർ എക്സാമ്പിൾസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ പേഷ്യൻസിനോട് റിയലായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കില്ല. നമ്മൾ ജസ്റ്റ് സാധാരണ പേഷ്യൻ്റെ ഒരു മോർണിംഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ പറയുമ്പോൾ നമുക്ക് സാധാരണ പോലെ നമ്മൾ OET പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സൊക്കെ നമ്മളിവിടെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നല്ല ഫ്രേസസ് കാണുമ്പോൾ ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നിടത്ത് എഴുതി വെച്ചുകൊണ്ട് നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഫ്രേസസ് ട്രൈ ടു യൂസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രേസസ് ഇൻ ഡിഫറെൻറ്റ് സിനാരിയോസ്.
നമ്മളോട് പേഷ്യൻ്റ് സംസാരിക്കുമ്പോൾ നമ്മുടെ പേഷ്യൻ്റെ വിഷമങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ അറിയില്ല. കുറച്ച് പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫസ്റ്റ് ടൈം പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പേഷ്യൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ പേഷ്യൻറ്റിനോട് നമുക്ക് കംഫർട്ടബിളായിട്ടൊരു റിപ്ലൈയും കൊടുക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് പകരം ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ പേഷ്യൻറ്റിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാം ഐ അപ്രീഷിയേറ്റ് യുവർ കൺസേൺസ് എന്ന് പറയാം. ഐ അപ്രീഷിയേറ്റ് എന്ന വാക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഐ ഡു റിയലി അപ്രീഷിയേറ്റ് യുവർ ഫീലിങ്സ്, ഐ അപ്രീഷിയേറ്റ് യുവർ ഫീലിങ്സ് എന്ന് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അതിന് വേറൊരു എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഐ ക്യാൻ അപ്രീഷിയേറ്റ് യു വുഡ് റാദർ ഗോ ഹോം ബട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെയും പറയാം ഐ അപ്രീഷിയേറ്റ് കൺസേൺസ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. അതുപോലെ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.